ഹലോ ഹായ്. നീ എന്താ ഓർഡർ ചെയ്തത്? പൊടിയും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലെത്തി. ഇപ്പതാ വൈകുന്നേരം ഒരു 5:30. അപ്പം ഞങ്ങൾ മോളഫേഷ്യ പോകാമെന്ന് വിചാരിച്ചു. മതി ഇതാണ് പറഞ്ഞവര്. ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ്. ഞങ്ങളിപ്പം എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയും അച്ഛനും ഇന്നിപ്പോൾ രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. സോ വെൽക്കം. സോ നമ്മളിപ്പം ഇന്ദിരാനഗർ എത്താനായി. പക്ഷേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്ത ഏതെങ്കിലും ഉള്ള റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇപ്പോൾ പെട്രോൾ അടിക്കാൻ പോയപ്പം ജസ്റ്റ് 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഒരു കെട്ട് പേപ്പറാണ് തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ടൈം സാധാരണ വാട്ടർ ബോട്ടിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പേപ്പറൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ കേരള പതിന് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് വന്നു. ഇത് ഡൊല്ലൂർ സൈഡിലാണ്. നീ എന്താ ഓർഡർ ചെയ്തത്? പൊറോട്ടയും വെജ് സ്റ്റൂ. ഞാൻ ഓർഡർ ചെയ്തത് ഇടിയപ്പം. ഭയങ്കര ചുമയാണ് ഗൈസ്, ഒന്നും ചെയ്യാനില്ല. കസർ കുടിച്ചാൽ മാറിയിരിക്കും. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പം തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് 1 മണിക്കൂറും 10 മിനിറ്റൊക്കെയാണ് കാണിക്കുന്നത്. ഇന്ന് IPL തുടങ്ങാണ്. അപ്പം ഇന്ന് RCB വേഴ്സസ് KKR അല്ലേ? നമ്മുടെ സൺറൈസേഴ്സാ. നമ്മുടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുള്ള തിരക്ക് ഇന്ന് വൈകുന്നേരം ശരിക്കും നമുക്ക് കാണാൻ പറ്റും. മേ ബി ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു വെഹിക്കിളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക, ആർമീൻ്റെ ഒക്കെ. ജേഴ്സിയും അവിടെ മറ്റേ കൊടിയും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലെത്തി. പാല് വാങ്ങാൻ പറഞ്ഞു. 2 പാക്കറ്റ് പാലും വാങ്ങി. നമുക്ക് മേലേക്ക് പോവാം. മാങ്ങ, പച്ചമാങ്ങ. ഓപ്പൺ. മാങ്ങായി കൊണ്ടുവന്ന ഒരു ഗുഡ് ഐഡിയ വെച്ച്. അപ്പൊ 25 മാങ്ക കൊണ്ടുവന്നിട്ട് എന്നിട്ട് കുട്ടികൾക്ക് എന്നാ കൊണ്ടുവരാത്തത് കേട്ടോ. നല്ല മാങ്ങായി കൊണ്ടുവരലായിട്ട് നമ്മളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ. എനിക്ക് ഭയങ്കര ടഫ് പണി വെക്കും, കാരണം ഇത് കത്തി വെച്ച് മുറിക്കണം. താങ്ക് യു സൗമ്യ അശ്വിൻ, വെൽക്കം. വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഗൈസ് ഞാനിപ്പോ എന്റെ ചേച്ചിക്ക് വാങ്ങിക്കൊടുത്തത്. കറക്റ്റ്. കൊറേ വർഷമായിട്ട് വിഷ് ലിസ്റ്റിൽ ഇറങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. ഇതല്ല, സ്ട്രെയിറ്റ്നർ ആണല്ലോ മനസ്സിലുണ്ടായിരുന്നേ. ആദ്യം മുതലേ ഉണ്ടായിരുന്നു വാങ്ങണമെന്ന്. പിന്നെ ബർത്ത്ഡേ വന്നത് കൊണ്ട് ആരെങ്കിലും ഒക്കെ വാങ്ങി തരുമല്ലോ. ഇങ്ങോട്ട് പിന്നെ എനിക്ക് കാരണവര് തന്ന സൗന്ദര്യമുണ്ട്, കോലമുള്ളതുകൊണ്ടും ഇത് ജസ്റ്റ് ഒരു അഡീഷണൽ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങിയാൽ തന്നെ ഭയങ്കര ലുക്കാ. 31 ആവും. ഏപ്രിൽ 31 കഴിഞ്ഞ് 32 തുടങ്ങും. അല്ലേ 31 ആക്കുവേ. ഭയങ്കര പാക്കേജിങ്. ബ്ലാക്ക്. ഇതാ എന്റെ ഡൈസന്റെ സ്ട്രൈറ്റ്നർ. നോക്കൂ ഗൈസ്, പ്രീമിയം ലുക്ക്. സൂപ്പർ ആക്കും. ഇതിന് 2 ഹെഡ് വരുന്നുണ്ട് ഗൈസ്. ഒന്ന് നമുക്ക് ഡ്രൈ ചെയ്യാനും, പിന്നൊന്ന് സ്ട്രെയിറ്റനിങ് പ്ലസ് ബ്ലോ ഡ്രൈ. ഇത് 2 കൂടെ ചെയ്യാം. ആദ്യം ബ്ലോ ഡ്രൈ എടുക്കുക. അല്ല, ആദ്യം ഇതെടുക്കണമോ? ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാം. ഡൺ. ഇങ്ങേത് ഓഫ്, വാം, ലോ, മീഡിയം, ഹൈ എല്ലാം ഉണ്ട്. ഹൈ ചെന്നാ ഭയങ്കര സ്പീഡില്. ഇതിപ്പോ ഇത്രയും കേളി എല്ലാം മുടി.
ഗൈസ് ഡോണ്ട് വറി, എനിക്കിത് കുറച്ച് പേടിയുള്ള സാധനമാണ് സ്ട്രെയിറ്റ്നർ. എങ്ങനെയുണ്ട് പുഡിംഗ്? അടിപൊളി. മൈക്ക് തരണോ? മൈക്കില് ഇനിയിപ്പൊ അമ്മ വീഡിയോ കാരണം ജാസ്തി അടിപൊളിന്ന് ചൊല്ലുക അല്ലേ വേണമെന്ന കുറ്റം ചൊല്ലിയിരിപ്പ. മധുരം മധുരമില്ല. കുറവ്. അപ്പൊ ചേച്ചി ഇവിടെ അമ്മയ്ക്ക് മുടി സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കാണ്. നമുക്ക് ചേച്ചിന്റെ മുടി സ്ട്രൈറ്റൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? എന്റെ ബിഫോർ, ഇതാണ് ബിഫോർ മുടി. കളി കളി ഞാക്കും എന്നോട് ബിഫോർ മുടി. இப்படி ചെയ്തിട്ട് இங்க இப்படி ரவுண்ட் ചെയ്യണം. അമ്മയുടെ அப்படி നിൽക്കാതെ അവൾക്ക് തിക്നെസ് ഉള്ളതിനാലേക്കോ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞങ്ങൾ ടീം CSK ആണ്, ഞാനും അശ്വിനും. അശ്വിൻ ഇപ്പൊ പുതിയതായിട്ട് വന്നാണ്. ഞാൻ പണ്ടോട്ടെ CSKന്റെ ആളാണ്. നീ ഏതാ ടീം? ഞാൻ ടീം തീരുമാനിച്ചിട്ടില്ല. KL രാഹുലിന്റെ അല്ലേ ടീം? ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാരും CSK പിടിക്കുന്നോണ്ട് ഞാൻ CSK വേണ്ടാന്ന് അങ്ങോട്ട് വിചാരിച്ചു. അല്ലെങ്കിൽ ഇവള് CSK ഒന്നും അല്ലായിരുന്നു ഗൈസ്. ഞാൻ പണ്ട് കിങ്സ് 11 പഞ്ചാബ്. ഞാൻ പഞ്ചാബായിരുന്നു. പിന്നെ പഞ്ചാബിലെ എല്ലാ കളിക്കാരും മാറിപ്പോ, അതുകൊണ്ട് ഞാൻ പഞ്ചാബ് വിട്ടു. ഇനി പുതിയൊരു ടീം കണ്ടുപിടിക്കണം. ഓക്കെ, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ നമ്മളിപ്പം മോൾ ഓഫ് ഏഷ്യയിലേക്ക് പോവാണ്. ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വൈകുന്നേരം ചായ കുടിച്ചു. ഇപ്പതാ വൈകുന്നേരം ഒരു 5:30. അപ്പം ഞങ്ങൾ മോൾ ഓഫ് ഏഷ്യ പോവാന്ന് വിചാരിച്ചു. കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. കൊള്ളാം കൊള്ളാം, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ട്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? നമ്മൾ മോൾ ഓഫ് ഏഷ്യ. നമ്മൾ ഇങ്ങോട്ടാ പോകുന്നേ? ഏതൊരു മോളിലേക്കാണ്. ചേച്ചീൻ്റെ കോളേജിലേക്ക് വന്നാണ്. ചേച്ചി പഠിപ്പിക്കുന്ന കോളേജിലേക്ക് വന്നതാണ്. ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല അല്ല ഫുട്ബോൾ അല്ല, അത് ഫുട്ബോൾ അല്ല, കല്യാണം. ബാസ്കറ്റ് ബോൾ. ഇത് ബാസ്കറ്റ് ബോൾ ആണോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ് ജീൻസും പിന്നെ ടീഷർട്ടൊക്കെ ഇട്ട് ഏതെങ്കിലും ഫാക്കൽറ്റീനെ? വാട്ടിടൂ. അല്ല, ഞങ്ങൾക്ക് ശനിയാഴ്ച ഇടാം, എന്ത് വേണമെങ്കിൽ ഇടാം. അപ്പൊ എന്ത് വേണമെങ്കിലും ഇടാം. എന്താ ഇത്? എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? CS ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതാണ് മെയിൻ എൻട്രൻസ്. ഇത് B ബ്ലോക്ക്. എൻ്റെ B ബ്ലോക്കിലാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. അങ്ങനെയായിരുന്നു വരേണ്ടത്, നമ്മൾ ചുറ്റിയിട്ടാ വന്നത്. അവളുടെ ഡിപ്പാർട്ട്മെന്റ്. മിസ് ഐശ്വര്യ R ME PhD. കൊള്ളാം. മിസ് ഐശ്വര്യ R. ഇത് എന്നോട് മാത്രമല്ല മാറി, എന്റെ അൽമാറ. ഇതെന്റെ അലമാറ. എനിക്കൊന്നും ഇവരുടെ കൊട്ടക ഉടുപ്പി ഹോട്ടൽ കാണാം. ഒരു ഹോട്ടലേ ഉള്ളൂ ഞങ്ങൾക്ക് ആകെ, അതുകൊണ്ട് മാത്രം. അതാണ് ഞങ്ങളെ അത് കൊട്ടക. ഇതെല്ലാം മറ്റേ ഫാഷൻ ഡിസൈനിങ്ങോട് ഷോപ്പാ. നടന്നു വരുന്ന വഴിക്ക് നമുക്ക് ഈ ഒരു കൂപ്പൺ കിട്ടി, മിലാനോന്റെ കൂപ്പൺ. അതിപ്പോ ലാഭായി. വൺ ഓഫ് മൈ കൊളീഗ് ഗേവ്. എന്റെ ഒരു കൊളീഗ് തന്നാണ്. നമ്മളിപ്പം ഒറൈൻ മോളിലേക്കാണ് വന്നത്. മോൾ ഓഫ് ഏഷ്യ എന്നുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്ത് ഒറൈൻ മോളിലേക്ക് എത്തി. എന്നിട്ട് നീ ഇപ്പൊ കഴിക്കും, എന്നിട്ട് രാത്രി 12 മണിക്ക് പറയും വിശപ്പില്ലാന്ന് കേട്ടോ. ഇപ്പൊ കഴിക്കും, പിന്നെ ഡിന്നർ കഴിക്കൂല. പിന്നെ ഡിന്നറോട് സമയത്തിൽ എല്ലാരും കഴിക്കും. മാഗി ഉണ്ട്. ന്യൂജൻ മമ്മി മാഗി ഉണ്ടാക്കാം. ചൂടുണ്ടോ? ഓവനിൽ പെടുത്താന്ന്.
നന്നായിരിക്കും, അമ്മയ്ക്കെല്ലാം നന്നായിരിക്കും. ഫോണൊക്കെ ഇപ്പൊ കയ്യിൽ വെച്ച് വരുന്നത് ഇത് മതി, അതോടെ ഇത് നന്നായിരിക്കും. ഡിസൈൻ ബില്ലിയാ എനിക്ക് പോവാ ചേച്ചി, പോവാ. കാലൊക്കെ വേദനിച്ചു, നല്ലോണം വേദനിച്ചു. ഇനിയിപ്പോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ പോവാണ്. പ്രത്യേകിച്ച് വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല, പക്ഷെ നടന്നായിരുന്നു, ക്ഷീണിച്ചു. അതുകൊണ്ട് വീട്ടിൽ പോവാണ്. അത്രയുള്ളൂ. ഓ രാധേ, രാധേ മുടി നന്നായിരിക്കേ രാധേ. അപ്പൊ എനിക്ക് ആക്കിട്ട് നടന്നു പോലാന്നല്ലാണ്ട് ഞങ്ങള് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത്. ഇപ്പൊ മോള് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാനായി, സമയം ഇപ്പൊ 10 മണിയാവാനായല്ലോ. മോള് തന്നെ ക്ലോസ് ചെയ്യാനായി, തിരക്കൊക്കെ കുറഞ്ഞു. ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഫുഡ് കഴിക്കുമോ അറിയില്ല, ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക്. അപ്പൊ ഞങ്ങൾ തിരിച്ച് ചേച്ചിയുടെ വീട്ടിലെത്തി. ഇന്നിപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ മോൾ പോയി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.